ഇപ്പോൾ KCRC പുതുതായി കൊണ്ടുവന്നിട്ടുള്ള ഒരു ഡ്രാഫ്റ്റിൽ പറയുന്ന ഒരു പോയിന്റ് ആണ് 5 കിലോ വാട്ട് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുന്ന കസ്റ്റമറിന് നെറ്റ് മീറ്ററിംഗ് കിട്ടണമെങ്കിൽ അതിൻ്റെ പ്ലാൻ കപ്പാസിറ്റിയുടെ 30% കപ്പാസിറ്റി ഉള്ള ഒരു ബാറ്ററി കൂടി ആഡ് ആയിക്കേണ്ടിയിരിക്കുന്നു. എന്ന് പറയുമ്പം ഇപ്പം നോർമൽ ഓൺ ഗ്രിഡ് ചെയ്യുന്ന സമയത്ത് നമുക്കിപ്പോൾ ഒരു 3 lakh റുപ്പി 3 ലക്ഷം രൂപയായിരിക്കും ഒരു കസ്റ്റമറിന് ചിലവ് വരുന്നത്. അതിൻ്റെ 30% കപ്പാസിറ്റി ഉള്ള ഒരു ബാറ്ററി കൂടി ആഡ് ആക്കുന്ന സമയത്ത് കസ്റ്റമറിന് അവിടെ അധികം 2 ലക്ഷം രൂപ ചിലവാക്കേണ്ടി വരും. എന്ന് പറയുമ്പോൾ 1.5 കിലോ വാട്ട് പെർ അവറിൻ്റെ ബാറ്ററി ആയിരിക്കും നമ്മൾ ആഡ് ആക്കുന്ന സിസ്റ്റത്തിനോടൊപ്പം. അതിൽ ബാറ്ററിക്ക് 1 ലക്ഷം രൂപ നമ്മൾ കൊടുക്കുന്നു, ഇൻവേർട്ടർ വയ്ക്കുന്ന സമയത്തും നമ്മൾ 1 ലക്ഷം രൂപ അവിടെ അധികം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആ ഡ്രാഫ്റ്റിൽ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്, 3 കിലോ വാട്ടിന് മുകളിലോട്ടുള്ള എല്ലാ കണക്ഷനും 3 ഫേസ് ആക്കണമെന്ന് മാൻഡേറ്ററി ആയിട്ട് പറയുന്നുണ്ട്. അപ്പം അങ്ങനെ കണക്ഷൻ ചേഞ്ച് ആക്കുന്ന സമയത്തും കസ്റ്റമറിന് അവിടെയും അധികം ചിലവ് വരുന്നുണ്ട്. അപ്പോൾ ടോട്ടലി പറഞ്ഞാൽ കോസ്റ്റ് നമ്മൾ ഹൈബ്രിഡ് സിസ്റ്റത്തിലോട്ട് മാറ്റുന്ന സമയത്ത് കോസ്റ്റ് വളരെയധികം കൂടുതലാകും. പിന്നെ ഈ ഹൈബ്രിഡ് സിസ്റ്റത്തിലോട്ട് മാറ്റുന്ന സമയത്ത് റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റും നമുക്ക് കസ്റ്റമറിന് താമസിക്കും. എന്ന് പറയുമ്പോൾ നോർമൽ ഓൺ ഗ്രിഡ് ചെയ്യുന്ന സമയത്ത് ഒരു 3 to 4 വർഷം വരെ എടുത്തുകൊണ്ടിട്ട് നമുക്കൊരു റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷേ ഹൈബ്രിഡിലോട്ട് മാറ്റുന്ന സമയത്ത് അതൊരു 7 വർഷം വരെ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റിന് ടൈം പിടിക്കും. അത് കസ്റ്റമേഴ്സിന് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ നോർമലി ഉള്ള കസ്റ്റമേഴ്സ് ലോൺ എടുത്തിട്ടായിരിക്കും ചെയ്യുന്നത്. അങ്ങനെയുള്ള കസ്റ്റമേഴ്സിന് ഹൈബ്രിഡ് സിസ്റ്റത്തിലോട്ട് മാറ്റുക എന്ന് പറയുന്നത് വളരെ ചിലവേറിയതും അവർക്ക് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരിക്കും. അതുവഴി KCRC ഇപ്പം ഈ പറഞ്ഞിരിക്കുന്ന ഡ്രാഫ്റ്റ് പ്രകാരം കസ്റ്റമേഴ്സിന് ഈ ഒരു പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഒരു ബാക്ക്വേർഡ് അടിക്കുന്ന ഒരു സ്ഥിതിയാണ് വന്നിരിക്കുന്നത്. അതുപോലെ ഇൻസ്റ്റാളേഷൻ കുറയുമ്പോഴത്തേക്ക് ഇൻസ്റ്റാളേഴ്സിനെ അത് ബാധിക്കും. ഈ സോളാറിന്റെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരെ എല്ലാവരെയും ബാധിക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ KCRC എല്ലാവരെയും കുരുക്കിലാക്കിയിരിക്കുകയാണ്.